ഗുരുവായൂരപ്പൻ്റെ ഗുരുവായൂർ ഏകാദശി അടുത്തെത്തിക്കഴിഞ്ഞു. ഇനി കൃത്യം ഒരൊറ്റ ആഴ്ചയേ ഉള്ളൂ. ആ വിളക്കിനൊക്കെ ശിവേലിക്ക് ആ തിടമ്പെടുത്തിട്ട് ഗജവീരന്മാരങ്ങനെ നിൽക്കുമ്പോൾ മനസ്സിലേക്ക് ആളല്ല എങ്കിലും ഓർമ്മ വരില്ലേ നമ്മുടെ ഗുരുവായൂർ കേശവനെ. നമ്മുടെ ആനയാണെങ്കിലും ഗുരുവായൂർ കേശവൻ ചെരിഞ്ഞു എന്ന് പറയാൻ തോന്നുകയില്ല. കാരണം ഗുരുവായൂർ കേശവൻ വിഷ്ണുപാദം പോകി ആ ദിവസവും കൂടിയാണ് നമ്മളുടെ ഗുരുവായൂർ ഏകാദശി. ഇനി ഈ ഗുരുവായൂർ ഏകാദശി നോറ്റാലുള്ള ഗുണങ്ങൾ നമുക്ക് ഒന്ന് നോക്കാം. ഇത് എൻ്റെ ഇതൊന്നും അല്ല കേട്ടോ, ഇത് പുരാണങ്ങളിലുള്ള കാര്യം തന്നെയാണ് ഞാൻ പറയുന്നത്. ഒന്നാമത്തെ ഗുണം എന്താണെന്നറിയാമോ? രാജ്യാധിപത്യം ലഭിക്കും. എന്നുവെച്ചാൽ രാജാവാകും. പക്ഷെ നമുക്കറിയാമല്ലോ, ഇത് പണ്ട് രാജാധിപത്യം ഉണ്ടായിരുന്ന ഒരു കാലത്ത് എഴുതിയതാണ് അതൊക്കെ. ഇന്ന് ജനാധിപത്യമാണ്. നമുക്കാർക്കും രാജാവാകാൻ പറ്റില്ല. രാജാവാകാൻ പോയിട്ട് പ്രധാനമന്ത്രി ആകാൻ ഒരാൾക്കേ പറ്റുള്ളൂ ഇന്ത്യയിൽ. പ്രസിഡൻറ്റോ ഇല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ ഇല്ലെങ്കിൽ അതുപോലെയുള്ള പദവിയിലൊക്കെ എത്താൻ ഇത്രയും പേര് ഏകാദശി നോക്കുമ്പോൾ ആർക്കൊക്കെ പറ്റും? അതുകൊണ്ട് അതൊന്നും നമ്മൾ വിചാരിക്കേണ്ട. പക്ഷെ നമുക്ക് നല്ലൊരു പദവി കിട്ടും ജീവിതത്തിൽ. ആ കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതായത് ഏതെങ്കിലും നല്ല ഒരു പൊസിഷനിൽ, നല്ല ഉയർന്ന പൊസിഷനിൽ കിട്ടും. ഇല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ മറ്റുള്ളവർ നമ്മളെ ബഹുമാനിക്കുകയും അല്ലെങ്കിൽ സ്നേഹിക്കുകയും നമ്മളെ വളരെ കാര്യമായിട്ട് നോക്കുകയും അങ്ങനെ അവരൊക്കെ നമുക്കൊരു ഉയർന്ന പദവി ജീവിതത്തിൽ നമുക്ക് തരും. അത് മാത്രം നമ്മൾ കരുതിയാൽ മതി. പിന്നെ ഉള്ളതെന്താണ്? സൽസന്താനങ്ങളുണ്ടാവും. എന്ന് വെച്ചാൽ പ്രായമായവർക്കാകുമ്പോൾ ഇപ്പം നമ്മളുടെ ഉള്ള കുട്ടികൾ നന്നായി വരും. അവർ സൽസന്താനങ്ങളാവും. അല്ലാത്തവർ കൊച്ചു പെൺകുട്ടികളുടെയൊക്കെ ആണെങ്കിൽ അവർക്ക് നല്ല പുത്രന്മാരോ പുത്രികളോ ഒക്കെ ഉണ്ടാകും. നമുക്ക് ഏറ്റവും വലിയ ആഗ്രഹം അതല്ലേ, നമ്മളുടെ മക്കൾ നന്നായിട്ട് വരണമെന്നല്ലേ. അത് എന്തായാലും ഉണ്ടാകും. പിന്നെ ഈ രാജാധിപത്യം എന്നോ അല്ലെങ്കിൽ പദവി എന്നൊക്കെ പറയും, ബാക്കിയെല്ലാം അതിൻ്റെ കൂടെ വരും. സർവ്വ ഐശ്വര്യങ്ങളും നമുക്കുണ്ടാകും. ഒന്നും വിഷമിക്കേണ്ട. വീട്ടിൽ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും എല്ലാം അങ്ങനെ ഉണ്ടാകും. കാരണം നമ്മുടെ മഹാലക്ഷ്മി നാരായണനും കൂടെ നമ്മളെ കടാക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്കെന്താ ഇനി കിട്ടാനുള്ളത്? വേറൊന്നും വേണ്ട. പിന്നെ അവസാനത്തേതാണ് മോക്ഷപ്രാപ്തി. അത് നമ്മൾ വിചാരിക്കേണ്ട, മരിച്ചതിന് ശേഷമാണെന്ന്. ഇഹലോകത്തിൽ തന്നെ നമുക്ക് എല്ലാവിധ സന്തോഷവും സമാധാനവും സ്നേഹവും എല്ലാം കിട്ടും. അങ്ങനെ ഒരു വൈകുണ്ഠതുല്യമായ ഒരു കുടുംബത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റും.